എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വേൾഡ് കപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പന്തിനെ ഇഷ്ടപ്പെടുന്നതും ഇതിൻ്റെ സബ്ജക്റ്റ് തന്നെ അതാണ്. ലഹരിയിനോട് അതേപോലെ പന്ത് കളിയിനോടുള്ള ലഹരിയിനോടുള്ള വെറുപ്പും പന്ത് കളിയിനോടുള്ള ഇഷ്ടം ആണ് ഈ പടത്തിൽ കാണിക്കുന്നത്. ഇതിന് ഞങ്ങളൊക്കെ ഒരു നാട്ടിൻപുറത്തെ വെറും ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ഞങ്ങളെ കൊണ്ട് എന്താ കഴിയുന്നത് അത് മാക്സിമം ഞങ്ങളെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും പറയാനുള്ളത് ഈ പടം ഈ വരുന്ന ജൂലൈ 3-ാം തീയതി റിലീസാവാണ് തിയേറ്ററുകളിൽ. അപ്പോൾ എല്ലാവരും ഈ പടം ഒന്ന് കാണുക. നമ്മൾ ഇത്രയും കാലം റീൽസ് ചെയ്ത ആൾക്കാർ പടത്തിലെത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഏതൊരാൾക്കാരുടെ അവസാന ഘട്ടം എന്ന് പറയുന്നത് സിനിമയാണ്. ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ഘട്ടം തന്നെ സിനിമയാണ്. എങ്ങനെയൊക്കെ ഒന്ന് സിനിമയിലെത്തിയിട്ട് മുഖമൊന്ന് കണ്ടാൽ മതി. കഴിവുകൾ പുറത്ത് കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ പടത്തിൽ മാക്സിമം കഴിഞ്ഞു. അതിന് ഞാൻ ഈ ബോളാഗോൾ സിനിമയുടെ ഡയറക്ടറിനോട് ദിനേശ് ഖാനോട് ഒരുപാട് നന്ദി പറയാനായിരുന്നു. ഏതായാലും എല്ലാവരും പടം കാണണം, വിജയിപ്പിക്കണം. അതെ അതെ, ഞാൻ അർജൻറ്റാണ്, ഒക്കെ അർജൻറ്റായിട്ട് പറയാം. ആ കണ്ടായിരുന്നു, അടിപൊളി, ഉഷാറുണ്ട്. സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് പോർച്ചുഗലും ഫ്രാൻസിന്റെ കളിയാണ്. എങ്ങനെ പോർച്ചുഗലിലെ ഫാൻ എല്ലാം കാണും. ടൈം കിട്ടുന്നതിനനുസരിച്ചൊക്കെ കാണും. അഭിപ്രായം പിന്നെ ചെക്കന്മാരിങ്ങനെ വിളിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരു ഗോൾ അടിച്ചു, രണ്ടാമത്തെ ഗോൾ അടിച്ചാൽ ഒക്കെ പറഞ്ഞിട്ട് സന്തോഷമാണ്. ഈ പടത്തിന്റെ ലൊക്കേഷനൊക്കെ മലപ്പുറത്തായി കാപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത്. കറക്റ്റ് ടൈമിലാണ് ഈ പടം ഇറക്കിയിരിക്കുന്നത്. തൂഫാന്റെ